അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ വയനാട് ജില്ലയിലെ വനവാസി കോളനികൾ ബില്ല് അടച്ചില്ലെന്ന് പറഞ്ഞ് 3 വർഷം മുമ്പ് KCB അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടും അറിഞ്ഞില്ല എന്ന് ട്രൈബൽ പ്രൊമോട്ടർ. വെള്ളം കയറുന്ന പ്രദേശത്തു നിന്ന് പുതിയ സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുമെന്ന വാഗ്ദാനങ്ങളും നടപ്പിലായില്ല. 2ാം ക്ലാസ് മുതൽ BA പൊളിറ്റിക്സ് വിദ്യാർത്ഥി വരെ മുട്ടിൽ പഞ്ചായത്തിലെ കുപ്പാടി പഴങ്കുനി വനവാസി കോളനിയിലുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളോ വൈദ്യുതിയോ ഇവിടില്ല. ഇവിടെ 2ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവിടെ കറണ്ട് ഇല്ല. അപ്പോൾ കറണ്ട് കട്ട് ചെയ്ത് പോയിട്ട് ഒരു 3 വർഷത്തോളമായി. അവർ പൈസ അടച്ചാൽ മാത്രമേ ഇത് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ പഠനത്തിനായിട്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അവരെ ശ്രദ്ധിക്കാനും മറ്റ് കാര്യങ്ങൾക്ക് ഓടിപ്പാഞ്ഞ് നടക്കാനും ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ള അയൽ വീടുകളെ ആശ്രയിച്ചാണ് കുട്ടികളൊക്കെ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഉണ്ടെങ്കിലല്ലേ നെറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ വർഷവും സമീപത്തെ പുഴയിൽ നിന്ന് വീടുകളിൽ വെള്ളം കയറും. വെള്ളം നിറയുമ്പോൾ വിദ്യാലയത്തിലെ ക്യാമ്പിലേക്ക് മാറും. പക്ഷേ കൊറോണ വ്യാപനത്തിൽ ഇത്തവണ അതിനും നിർവാഹമില്ല. ട്രൈബൽ പ്രൊമോട്ടർ പോലും കോളനിയിലേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്ന് ഇവർ പറയുന്നു. ട്രൈബൽ പ്രൊമോട്ടർ വന്നിട്ട് പറയും, നമുക്ക് അത് ശരിയാക്കാം, പാസ്സാക്കി തരാം എന്നൊക്കെ ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പരിപാടിയൊക്കെ. 3 വർഷം മുൻപ് വിച്ഛേദിച്ച വൈദ്യുതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രൈബൽ പ്രൊമോട്ടറുടെ വാദം ഇങ്ങനെ: പുഴങ്കുനി കോളനിയിൽ വൈദ്യുതി ഇല്ലല്ലോ. വൈദ്യുതി ഇല്ല. അതെന്താ കാരണം? അത് കട്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് അവര് പൈസ അടയ്ക്കാനിട്ട്. അപ്പൊ നിങ്ങൾ ട്രൈബൽ പ്രൊമോട്ടർ അല്ലേ? അതെ. അതിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നോ? അതില്ലേ, അവിടെ മറ്റേ വീടുകളിലൊക്കെ കറണ്ട് ഉണ്ട്. അപ്പൊ എന്റെ വിചാരം ഇവർക്കും കറണ്ട് ഉണ്ടെന്നാ. വനവാസി വിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ടുകൾ കെട്ടിക്കിടക്കുമ്പോഴും ബന്ധപ്പെട്ട അധികൃതരുടെ അനാസ്ഥയിൽ ഇപ്പോഴും ദുരിതം പേറുകയാണ് വയനാട്ടിലെ വനവാസി കുടുംബങ്ങൾ. ജനം, വയനാട്.